ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞങ്ങളുടെ പറമ്പിലൊരു അതിശയം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാണ് എന്താന്ന്. വേറൊന്നുമല്ല, മഷ്റൂം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന മഷ്റൂം ഉണ്ട്, പക്ഷേ ഇങ്ങനെ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടി അതൊന്ന് കൂട്ടാൻ വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സ്വർഗ്ഗം എന്നൊക്കെ പറയത്തില്ല, ശരിക്കും അത് തന്നെയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മഷ്റൂം ഇതുപോലെ ചെറുതായിട്ട് മൊട്ടായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇച്ചിരി കഴിയിട്ട് അതെല്ലാം ഒന്ന് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ചെടുത്ത് കൂട്ടാൻ വെക്കാമെന്ന്. പക്ഷേ 11:30 വരെ ഞങ്ങൾ ക്ഷമിച്ച് നോക്കി. നല്ല വെയിലൊക്കെയായി, കാലാവസ്ഥയെല്ലാം നല്ലതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? മഴയുണ്ടോ? ഇപ്പോഴും വെള്ളപ്പൊക്കത്തിലൊക്കെ ആണോ? ഞങ്ങൾക്കിവിടെ എന്തായാലും തോർച്ചയുണ്ട്. അപ്പം 11:30 ആയിട്ട് നമ്മുടെ മഷ്റൂം ഒന്നും വിരിയുന്നില്ല. അപ്പം പിന്നെ ഇനി എന്തായാലും ക്ഷമിക്കാൻ പറ്റത്തില്ല. കണ്ട പുഴുവും അട്ടയൊക്കെ കയറി ഒച്ചും എല്ലാം വന്ന് ഇതിന് അറ്റാക്ക് ചെയ്ത് അവർ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ തന്നെ അങ്ങ് പറിച്ചെടുക്കാമെന്ന് ഓർത്തു ഇതൊക്കെ അങ്ങ് പറിച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ 2-3 പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതുപോലെ മഷ്റൂമിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതും ഇതുപോലത്തെ മൊട്ട് തന്നെയാണ്, വിരിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കിതിൻ്റെ റീസൺ മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് ഇത് വിരിയാത്തതെന്ന്. ഇതിന് മുമ്പത്തെ വർഷങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ വർഷമാണ് ആദ്യമായിട്ട് ഈ മഷ്റൂം ഒന്നും വിരിയാതെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ മഷ്റൂം കിളിച്ച് വരുന്ന എവിടെയാണെന്ന് അറിയുന്നവർ കാണും, അറിയാത്തവരും കാണും. അത് വേറെ എങ്ങുമല്ല, നമ്മുടെ പറമ്പിൽ ഒരു വർഷം നമ്മുടെ മഷ്റൂം കിളിച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷവും ഉറപ്പായിട്ട് അതേ സ്ഥലത്ത് തന്നെയായിരിക്കും മഷ്റൂം കിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വരും വർഷങ്ങളിലെല്ലാം നമുക്ക് അതേ സ്ഥലങ്ങളിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മഷ്റൂം കിട്ടുന്നതാണ്. അപ്പം പഴയ മരങ്ങളെല്ലാം ഇങ്ങനെ വെട്ടി അതിൻ്റെ വേസ്റ്റല്ല, ആ തടിയെല്ലാം അവിടെ കിടന്ന് ചീഞ്ഞഴിഞ്ഞു പോയ ആ സ്ഥലങ്ങളിലൊക്കെയാണ് മാക്സിമം നമുക്ക് മഷ്റൂം ഇങ്ങനെ കിട്ടാറുള്ളത്. ഞങ്ങളുടെ ഈ പറമ്പ് ഇച്ചിരി ഹാർഡാണ്, തറ ഇച്ചിരി നമ്മൾ ചവിട്ടി നടന്ന് ഇച്ചിരി ഹാർഡാണ്. അത് കാരണം തന്നെ ഈ മഷ്റൂം ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുൾ അതിൻ്റെ വേരോടെ വരുന്നില്ല. പിന്നെ അതിനിടയിൽ ഒരു കോമഡിയും കൂടെ സംഭവിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ മഷ്റൂമൊക്കെ പറിച്ചെടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ അയൽവക്കത്തെ ഒരു ചേച്ചി വന്ന് കണ്ടിട്ട്, ആഹാ മഷ്റൂം ഒന്നും വിരിഞ്ഞില്ലല്ലോ, അത് നിങ്ങൾ നേരത്തെ പോയി നോക്കിയായിരുന്നോ? നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും വിരിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ വല്ല സത്യം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ കുറേ ചിരിച്ചു. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. മഷ്റൂമിനെ നമ്മൾ നോക്കിയാൽ പിന്നെ അത് വളരത്തില്ല എന്ന്. ഇതും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിൻ്റെ പുറകിലുള്ള സയൻസോ സോഷ്യലോ അതൊക്കെ എന്താണെന്നൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ മഷ്റൂം കിട്ടി. ഇന്ന് ഉച്ചത്തേക്ക് എല്ലാവർക്കും കുശാലായി. നോൺ വെജിനെക്കാട്ടിലും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും മഷ്റൂം കഴിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇതിനിപ്പം കൊണ്ടുവരുന്ന് ക്ലീൻ ചെയ്യണം, കുറേ പാടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ക്ലീൻ ചെയ്ത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ, ഇത് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ നൈസ് ഡേ.